നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയുടെ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 മണ്ഡലങ്ങളാണ് ഉള്ളത്. ആ 5 മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളും അതിശക്തമായ മത്സരം നടക്കുകയാണ്. കഴിഞ്ഞ തവണ 5-ൽ 5ഇടത്തും LDF സ്ഥാനാർത്ഥികളായിരുന്നു വിജയിച്ചിരുന്നത്. UDF സംപൂജ്യരായി മാറിയതാണ് പത്തനംതിട്ടയിലെ കാഴ്ച. അഥവാ തെക്കൻ കേരളത്തിൽ ആകമാനം UDFന് കിട്ടിയ തിരിച്ചടി, പ്രത്യേകിച്ചും കോൺഗ്രസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ ക്ഷീണം അനുഭവിച്ചിട്ടുള്ള പാർട്ടി എന്നുള്ളത്. അതിൻ്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ട ഒരു ജില്ല കൂടിയായിരുന്നു പത്തനംതിട്ട എന്നുള്ളത്. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും അതിൻ്റെ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളെ സ്വാധീനിക്കുന്നത് സംസ്ഥാനത്തെ പൊതു തെരഞ്ഞെടുപ്പ് ട്രെൻഡ് എങ്ങനെയാണോ അതിനനുസരിച്ചാണ് പത്തനംതിട്ട ജില്ലയും വിധിയെഴുതാറ്. അതുകൊണ്ട് തന്നെ മലബാറിൽ ലീഗിന്റെ സഹായത്തോടു കൂടി കോൺഗ്രസിന് ചെറിയ രീതിയിലുള്ള ഒരു സാധ്യതകൾ ഉള്ളപ്പോൾ, പക്ഷെ തെക്കൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അത് കേവലം എറണാകുളം ജില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ തവണ കണ്ടത്. പക്ഷെ ഇത്തവണ പത്തനംതിട്ട കൂടി അതിശക്തമായ മത്സരം നടത്തി തിരിച്ചു പിടിക്കാമെന്നാണ് UDFന്റെ പ്രതീക്ഷ. എന്താണ് പത്തനംതിട്ടയിലെ 5 മണ്ഡലങ്ങളുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി തിരുവല്ല, മാത്യു ടി തോമസിന്റെ തട്ടകം, മുൻ മന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് LDFന് വേണ്ടി മത്സരിച്ചിരിക്കുന്നത്. ജനതാദളിന് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടി വർഗീസ് മാമൻ, BJPക്ക് വേണ്ടി അനൂപ് ആന്റണി. 2021 തെരഞ്ഞെടുപ്പിൽ മാത്യു ടി തോമസ് നേടിയത് 62,178 വോട്ടാണ്. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കുഞ്ഞു കോശി പോൾ 50,757 വോട്ട് നേടി. BJP 22,000 കൂടുതൽ വോട്ട് നേടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ JDS സ്ഥാനാർത്ഥിയായ മാത്യു തോമസ് മണ്ഡലം നിലനിർത്തിയത് 11,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. 2016 മാത്യു ടി തോമസ് തന്നെയാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ തന്നെയാണ് പരാജയപ്പെടുത്തത്. അന്നത്തെ ഭൂരിപക്ഷം 8,262 വോട്ട്. അന്ന് BDJSന് 31,000 കൂടുതൽ വോട്ട് കിട്ടിയ മണ്ഡലമാണ്. 2011 മാത്യു ടി തോമസിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 10,737 വോട്ട്. അഥവാ 3 തവണ മാത്യു ടി തോമസ് തന്നെ വിജയിച്ച മണ്ഡലം. 2006 മാത്യു ടി തോമസ് തന്നെയാണ് വിജയിച്ചത്. അപ്പോൾ 4 തവണ തുടർച്ചയായി മാത്യു ടി തോമസ് പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമാണ്. അതിൽ 2011 ഭൂരിപക്ഷം 10,737, അത് 16 എത്തുമ്പോൾ 8,262, 21 എത്തുമ്പോൾ അത് 11,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം. ഇത്തവണയും വലിയ സാധ്യതകൾ തന്നെയാണ് മാത്യു തോമസിനുള്ളത്. അദ്ദേഹം മണ്ഡലത്തിൽ സുപരിചിതനാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിൽ ജനങ്ങൾ സംതൃപ്തരാണ്. ഇങ്ങനെ പലവിധ അനുകൂല ഘടകങ്ങളുണ്ട്. ഇത്തവണയും സാധ്യതകൾ കൂടുതൽ മാത്യു ടി തോമസിന് തന്നെയാണ്. അല്ല എങ്കിൽ ഒരു UDF തരംഗം വരേണ്ടി വരും. നിലവിലുള്ള അവസ്ഥയിൽ ഒരു തരംഗത്തിനുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ മാത്യു ടി തോമസ് നിലനിർത്താനാണ് സാധ്യതകൾ കൂടുതൽ. ഇനി റാന്നി മണ്ഡലത്തെ കുറിച്ചാണ്. കേരള കോൺഗ്രസ് മാണിക്ക് വേണ്ടി പ്രമോദ് നാരായണനാണ് LDFന് വേണ്ടി മത്സരിക്കുന്നത്. സിറ്റിംഗ് MLA ആണ്. കോൺഗ്രസിന് വേണ്ടി പഴകുളം മധു 2020ക്കും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ പ്രമോദ് നാരായണൻ എഴുതിയത് 52,669 വോട്ട്. അന്ന് കോൺഗ്രസിന്റെ റിങ്കു ചെറിയാൻ നേടിയത് 51,834 വോട്ട്. BDJSന് 20,000 അടുത്ത വോട്ടും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വിക്ടറി എന്നുള്ളത് കേവലം 1,285 വോട്ടിനാണ് കേരള കോൺഗ്രസ് മാണി മണ്ഡലത്തിൽ വിജയിച്ചത്. 2016 CPM വിജയിച്ച മണ്ഡലമാണ്. രാജു എബ്രഹാമാണ് അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മറിയം ചെറിയാനെ പരാജയപ്പെടുത്തിയത്. 2016 CPM സ്ഥാനാർത്ഥി രാജു എബ്രഹാമിന്റെ ഭൂരിപക്ഷം 14,596. പിന്നീട് കേരള കോൺഗ്രസ് മാണിക്ക് ആ സീറ്റ് വിട്ടുകൊടുക്കുകയായിരുന്നു. 2011 തെരഞ്ഞെടുപ്പിൽ രാജു എബ്രഹാം തന്നെയാണ് വിജയിച്ചത്. അന്നത്തെ ഭൂരിപക്ഷം 6,614. അപ്പോൾ UDFന് അനുകൂല തരങ്ങൾ ഉണ്ടായ തെരഞ്ഞെടുപ്പിലും രാജു എബ്രഹാം CPMന് വേണ്ടി വിജയിച്ച മണ്ഡലം. 2011 6,614, 14 എത്തുമ്പോൾ അത് 14,596. പിന്നീട് കേരള കോൺഗ്രസ് മാണിക്ക് മണ്ഡലം വിട്ടുകൊടുക്കുന്നു. വിജയം എന്നുള്ളത് കേവലം 1,285 വോട്ടിന് മാത്രമാകുന്നു. ഇത്തവണയും അതിശക്തമായ മത്സരം തന്നെയാണ് റാന്നി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. എന്തും സംഭവിക്കാം. കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറച്ച് മണ്ഡലം പിടിക്കാനുള്ള ഒരു സാഹചര്യം കോൺഗ്രസിന് ഒരുക്കാൻ കഴിഞ്ഞു. ഇത്തവണ അത് കൊയ്യുമോ എന്നുള്ളതാണ് കാണേണ്ട കാര്യം. മന്ത്രി കൂടിയായ വീണാർ ജോർജിന്റെ മണ്ഡലമായ ആറന്മുള കുറിച്ചാണ്.
വീണ ജോർജ് നമുക്കറിയാം ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടായത് വീണ ജോർജിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടും തുടർന്ന് അവരുടെ പ്രകടനവുമായി ബന്ധപ്പെട്ടും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. ആരോഗ്യ വകുപ്പുമായിട്ടാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മന്ത്രിസഭയിൽ വിവാദങ്ങൾ ഉണ്ടായത്, മന്ത്രി എന്നുള്ള നിലയ്ക്ക് വിവാദങ്ങളിൽ അകപ്പെട്ടത്. മറ്റൊന്ന് ആഭ്യന്തര വകുപ്പാണ്. ആഭ്യന്തര വകുപ്പുമായി മറ്റൊരു വിഷയമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞാൽ പലതവണ പഴികേട്ട വകുപ്പ് കൈകാര്യം ചെയ്തു എന്നുള്ള മന്ത്രിയാണ് വീണ ജോർജ്. വീണ ജോർജ് അവസാനം ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന്റെ ഒക്കെ സാഹചര്യത്തിലുണ്ടായ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തവണ വീണ ജോർജിനെതിരെ അബിൻ വർക്കി എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവിനെ തന്നെ രംഗത്തിറക്കി അതിശക്തമായ മത്സരമാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ്. കുമ്മനം രാജശേഖരൻ BJPക്ക് വേണ്ടിയും രംഗത്തിറങ്ങുന്നു എന്നുള്ളതാണ്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം 2021 വീണ ജോർജ് നേടിയത് 74,950 വോട്ട്. അന്ന് കോൺഗ്രസിന്റെ ശിവദാസൻ നായർ നേടിയത് 55,947. BJPക്ക് 29,000 ചില്ലാനം വോട്ട് കിട്ടിയ മണ്ഡലമാണ്. ഈ സഭകളൊക്കെ ഇടപെടൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായി എന്നുള്ള ആക്ഷേപമുണ്ടായിരുന്നു. LDF അത്തരത്തിലാണ് ഇതിനെ ഡീൽ ചെയ്തതെന്നുള്ള ആരോപണമുണ്ടായിരുന്നു. 2021 വീണ ജോർജിന്റെ ഭൂരിപക്ഷം 19,003 വോട്ടിൻ്റെതാണ്. 2016 വീണ ജോർജ് തന്നെ വിജയിച്ച മണ്ഡലമാണ്. അന്ന് ശിവദാസൻ നായരെ തന്നെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം 7,646. 2011 പക്ഷേ ശിവദാസൻ നായർ ജയിച്ച മണ്ഡലമാണ്. 2 തവണയും വീണ ജോർജാണ് അവരെ പരാജയപ്പെടുത്തിയത്. അന്ന് KC രാജഗോപാലിനെ ശിവദാസൻ നായർ പരാജയപ്പെടുത്തിയത് 6,511 വോട്ടിനാണ്. അഥവാ ഒരു UDF അനുകൂല ട്രെൻഡ് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ UDFന്റെ കയ്യിൽ ഭദ്രമായ മണ്ഡലമാണ് ആറന്മുള എന്നുള്ളത്. അപ്പോൾ 2011 റിസൾട്ടിലേക്കാണ് UDF നോക്കുന്നത്. മന്ത്രി കൂടിയായ വീണ ജോർജ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടികളായിട്ട് വേണം വിലയിരുത്തപ്പെടാൻ. അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വിജയിച്ച് വീണ ജോർജ് മാത്രം പരാജയപ്പെട്ടാൽ അതും പ്രശ്നമാകും. അത്തരത്തിൽ നോക്കുമ്പോൾ വളരെ ശക്തമായ മത്സരം നടന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിലവിലുള്ള സാഹചര്യത്തിൽ അബിൻ വർക്കി അതിശക്തമായ മത്സര രംഗത്തുണ്ടായിരുന്നു. അബിൻ വർക്കിയിലൂടെ തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഏതായാലും അതിശക്തമായ മത്സരം നടന്ന മണ്ഡലമാണ് ആറന്മുള എന്നുള്ളത്. ഇനി കോന്നി മണ്ഡലത്തെക്കുറിച്ചാണ്. KU ജനീഷ് കുമാറാണ് CPM സ്ഥാനാർത്ഥി. UDFന് വേണ്ടി സതീശൻ കൊച്ചുപറമ്പിൽ BDJSനും സ്ഥാനാർത്ഥിയുണ്ട്. 2021 തെരഞ്ഞെടുപ്പിൽ KU ജനീഷ് കുമാർ നേടിയത് 62,318 വോട്ട്. അന്ന് കോൺഗ്രസിന്റെ റോബിൻ പീറ്റർ നേടിയത് 53,810 വോട്ട്. BJPക്ക് വേണ്ടി 2021 മത്സരിച്ചത് K സുരേന്ദ്രൻ കൂടിയാണ്. മഞ്ചേശ്വരത്തും ഇവിടെ കോന്നിയിലും രണ്ടിടത്ത് സുരേന്ദ്രൻ മത്സരിച്ചിരുന്നു. സുരേന്ദ്രൻ 32,000 കൂടുതൽ വോട്ട് നേടിയ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ CPM സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം 8,000 ചില്ലാനം വോട്ടിൻ്റെതാണ് 2021. 2019 ബൈ ഇലക്ഷൻ നടന്ന മണ്ഡലം KU ജനീഷ് കുമാർ അന്ന് CPM സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നു. 54,099 വോട്ട് നേടിക്കൊണ്ടാണ് P മോഹൻരാജിനെ പരാജയപ്പെടുത്തുന്നത്. 2019 ബൈ ഇലക്ഷനിൽ ജനീഷ് കുമാറിന്റെ ഭൂരിപക്ഷം 10,000-നടുത്ത് വോട്ടിൻ്റെതാണ്. ഇനി 2016 അടൂർ പ്രകാശ് വിജയിച്ച മണ്ഡലം. അടൂർ പ്രകാശ് അന്ന് CPMന്റെ K സനൽകുമാറിനെ പരാജയപ്പെടുത്തിയത് 20,000 ചില്ലാനം വോട്ടിനാണ്. 2011 അടൂർ പ്രകാശ് വിജയിച്ച മണ്ഡലം. അന്ന് അടൂർ പ്രകാശ് MS രാജേന്ദ്രനെ പരാജയപ്പെടുത്തിയത് 7,774 വോട്ടിനാണ്. അപ്പോൾ 2011 അടൂർ പ്രകാശ് UDFന് വേണ്ടി വിജയിച്ച മണ്ഡലം 16 വിജയിക്കുന്നു. പക്ഷേ 19 ബൈ ഇലക്ഷനിൽ അത് LDF CPM തിരിച്ചു പിടിക്കുന്നു. 10,000-നടുത്ത് ഭൂരിപക്ഷം ലഭിക്കുന്നു. 21 എത്തുമ്പോൾ 8,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷമായി അത് നിലനിർത്തുന്നു. ഇത്തവണയും ജനീഷ് കുമാർ തന്നെയാണ് CPM സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയെ ജനീഷ് കുമാറിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ മണ്ഡലത്തിലെ ആളുകൾ സംതൃപ്തരാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഒരു എഡ്ജ് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം LDFനുണ്ട്. ഇനി സംവരണ മണ്ഡലമായ അടൂറിനെ കുറിച്ചാണ്. കോൺഗ്രസിന് വേണ്ടി CV ശാന്തകുമാർ, CPIക്ക് വേണ്ടി പ്രജി കണ്ണൻ, BJPക്ക് വേണ്ടി പന്തളം പ്രതാപൻ. 2021 തെരഞ്ഞെടുപ്പിൽ CPIയുടെ ചിറ്റയം ഗോപകുമാർ വിജയിച്ച മണ്ഡലം. അന്ന് 66,569 വോട്ട് നേടിയാണ് അദ്ദേഹം നേടിയത്. കോൺഗ്രസിന്റെ MG കണ്ണൻ 63,650 വോട്ട് നേടി BJPക്ക്
23,000 ചില്ലാനം വോട്ടും ലഭിച്ചു. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ CPI സ്ഥാനാർത്ഥിയായ ചിറ്റയം ഗോപകുമാറിന്റെ ഭൂരിപക്ഷം 2,919 വോട്ട്. 2016 ചിറ്റയം ഗോപകുമാർ തന്നെയാണ് മണ്ഡലത്തിൽ വിജയിച്ചത്. അന്ന് കോൺഗ്രസിന്റെ കെ ഷാജുവിനെയാണ് പരാജയപ്പെടുത്തിയത്. അന്നത്തെ ഭൂരിപക്ഷം എന്നുള്ളത് 25,460 വോട്ട്. 2011 CPIയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന മണ്ഡലം ചിറ്റയം ഗോപകുമാർ തന്നെയാണ് അന്ന് വിജയിച്ചത്. അന്നത്തെ വിജയം കേവലം 607 വോട്ടിൻ്റെതായിരുന്നു. അപ്പോൾ UDF അനുകൂലമായ ട്രെൻഡ് ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ 607 വോട്ടിന് CPI വിജയിച്ച മണ്ഡലം 16ലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം LDF തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പിൽ 25,000 മുകളിലാകുന്നു. 21ലേക്ക് എത്തുമ്പോൾ ഭൂരിപക്ഷം വീണ്ടും കുറഞ്ഞ് 3,000 തൊട്ടു താഴെ 2,900 ചില്ലാനുമായിട്ട് കുറയുന്നുണ്ട്. ഇത്തവണയും ഒരു UDF അനുകൂല ട്രെൻഡ് ഉണ്ടായാൽ മത്സര സാധ്യതയുള്ള മണ്ഡലമാണ് അടൂർ എന്നുള്ളത്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികൾ മാറി വരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് UDF കേന്ദ്രങ്ങൾ. പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങളെ പറ്റിയുള്ള വിശകലനങ്ങളാണ് ഇന്ന് ചെയ്തത്. UDF അനുകൂല തരംഗമുണ്ടായാൽ UDFന് സാധ്യതകളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിൽ സംസ്ഥാനത്ത് പൊതുവായിട്ടുള്ള ട്രെൻഡ് തരംഗങ്ങളില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത് മറികടന്നുകൊണ്ടുള്ള ജനവികാരം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് UDFന് പത്തനംതിട്ടയിൽ സാധ്യതകളുള്ളത്. നിലവിൽ ഒരു സീറ്റ് പോലും പത്തനംതിട്ടയിൽ വിജയിച്ചിട്ടില്ലാത്ത UDF, അവരുടെ കയ്യിലില്ലാത്ത UDF പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനുള്ള അതികഠിനമായ ശ്രമത്തിലാണ്. BJPക്ക് അത്യാവശ്യം നല്ല വോട്ടുകൾ ലഭിക്കുന്ന ജില്ലയിൽ BJP വോട്ടുകൾ എന്തായി മാറുമെന്നും കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു LDFന് നേരിയ മേൽക്കോയ്മ ജില്ലയിൽ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അത് മറികടന്നുകൊണ്ട് ചില 5 മണ്ഡലങ്ങളിൽ 2 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടാലും 3 മണ്ഡലങ്ങളിലെ മേധാവിത്വം തുടരാമെന്നാണ് അവരും കണക്ക് കൂട്ടുന്നത്. അത് 3ൽ കുറയാത്ത വിജയമാണ് LDFനും പ്രതീക്ഷിക്കുന്നത്. അഥവാ ഏതെങ്കിലും രീതിയിലുള്ള ഭരണവിരുദ്ധമായ നയങ്ങളുണ്ടായാൽ, അല്ലെങ്കിൽ 10 വർഷം ഭരിച്ച സർക്കാർ മാറട്ടെ എന്ന് ജനങ്ങൾ തീരുമാനിച്ചാൽ, പക്ഷേ അവിടെയും ചില മണ്ഡലങ്ങളിൽ വിജയിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെയുള്ള മേധാവിത്വം തുടരാമെന്ന് തന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്.